ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഉണ്ടാക്കുന്നത് പത്തിരിയും മീൻ പൊരിച്ചതുമാണ്. അപ്പോൾ പത്തിരി ഇതേ ഞാൻ ഗ്യാസിൽ വെച്ച് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ അതേസമയം തന്നെ അടുപ്പത്തു നിന്നാണ് മീൻ പൊരിക്കാൻ വെച്ചത്. അപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ കുറച്ച് മുമ്പ് തന്നെ മസാലയൊക്കെ പെരുക്കി വെച്ചതാണ്. കണ്ടില്ലേ? ഇതിൻ്റെ പേരെനിക്കറിയില്ല, ഏതോ ഒരു മീനാണ്. അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ, ഒപ്പിക്കാം, ഒരുവിധം ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ദേ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ കൂട്ടുകാർക്ക് ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. അപ്പോൾ ഇതേ ഇപ്പം കാണാം കേട്ടോ, കണ്ടില്ലേ എന്തൊരു കാടാണല്ലേ. ഇവിടെയൊക്കെ അങ്ങനെയാണ്, പെട്ടെന്ന് കാട് മുളക്കും. മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര കാടാണ്. ഒരു പുലി നിന്നാൽ പോലും കാണില്ല, അത്രക്കും കാടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ മീനൊക്കെ പൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് പത്തിരിയൊക്കെ തിന്നതിന് ശേഷം ഞാനിങ്ങനെ പുറത്ത് വന്നിരുന്നപ്പോൾ കണ്ട ഒരു മീൻ കൊത്തിയല്ലേ, ഇത് കിങ് ഫിഷർ എന്ന് പറയുന്ന പക്ഷിയാണെന്ന് എനിക്ക് തോന്നുന്നത്. കണ്ടില്ലേ എന്ത് ഭംഗിയാണല്ലേ കാണാൻ. ഇത് ചില സീസണിലാണ് കേട്ടോ ഇവിടെ വരിക. ചില സീസണിൽ 2-3 കാണാം. നല്ല രസമാണ് ഇതിൻ്റെ കളറ് കാണാൻ. നല്ല ബ്ലൂ കളറും ബ്രൗൺ കളറും കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ളതാണ്. എന്ത് ഭംഗിയാണ് കാണാൻ. ഇത് ഒരുപാട് നേരം കിളി അവിടെ ഇരുന്നിട്ടോ, അതിനെന്തോ അവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇത് പറന്ന് പോകുന്നത് നോക്കി നോക്കി ഇരുന്നിരുന്ന് സമയം അങ്ങ് പോയി. ഇന്ന് നിസ്കാരക്കുപ്പായത്തിന് തുണി വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ടൗണിൽ പോയപ്പോൾ അവിടെ ഒരു ഷോപ്പ് പുതുതായിട്ട് തുറന്നിട്ടുണ്ട്. കണ്ടില്ല, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നല്ല വിലക്കുറവിലാണ്. വാച്ചുകളും ഫാൻസിയും എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ കുറച്ച് മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ, എനിക്ക് ബാക്കി എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് കീ ചെയിനാണ്, കണ്ടില്ല നല്ല ഭംഗിയുണ്ട്. അവിടുന്ന് വന്ന് വീട്ടിലെത്തിയിട്ട് പിന്നെ ഞാൻ നിസ്കാര കുപ്പായ അടിക്കാനിരുന്നതാണ്. ഇത് ജിൽബാബാണ്, നല്ല മെറൂൺ കളറ് ജിൽബാബാണ്. ജിൽബാബിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ പോയി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് അടിക്കാൻ പറ്റിയ ഒരു ഡ്രസ്സ് തന്നെയാണ്, ഒരു പ്രയർ ഡ്രസ്സ് തന്നെയാണ് ജിൽബാബ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സാധാ നിസ്കാര കുപ്പായവും നമ്മുടെ മക്കനെയും കുപ്പായമുള്ള കോട്ടനില്ല വൈറ്റ്, അതും അതിൻ്റെ കട്ടിങ് ഞാൻ ഇട്ടിട്ടുണ്ട്. സ്റ്റിച്ചിങ് ഇട്ടിട്ടില്ല. സ്റ്റിച്ചിങ് ആർക്കെങ്കിലും വേണമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ സ്റ്റിച്ചിങ് ഇനി അടിക്കുമ്പോൾ എടുത്തിട്ട് ഇടുന്നതായിരിക്കും. ഈ മഴക്കാലത്തൊക്കെ ഏറ്റവും ബെസ്റ്റ് ഈ ജിൽബാബാണ് കേട്ടോ. പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും, നമുക്ക് യൂസ് ചെയ്യാനും എളുപ്പമാണ്. തിരുമ്പി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് യാത്ര പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു അടിപൊളി സാധനം തന്നെയാണ് കേട്ടോ. ഇത് അടിപൊളിയാണ്. പക്ഷെ ചൂട് കാലത്ത് ഇത് ബെസ്റ്റാണെന്ന് ഞാൻ പറയില്ല. ചൂട് കാലത്ത് ഇത് ഭയങ്കര ചൂടാണ്, പെട്ടെന്ന് തന്നെ ഊരാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും നമുക്ക്. അതിന് നമ്മൾ കോട്ടൺ തന്നെയാണ് ബെസ്റ്റ് കേട്ടോ. ഈ ജിൽബാബ് എനിക്ക് സെയിൽ ചെയ്യാനാണ് കേട്ടോ. ഞാൻ ജിൽബാബും നിസ്കാര കുപ്പായൊക്കെ സെയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിലും ഒന്ന് കമൻറ്റിൽ അറിയിച്ചാൽ മതി, ഞാൻ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. കേരളത്തിൻ്റെ ഉള്ളിൽ എവിടെയും ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആരും വിചാരിക്കേണ്ടത് നമുക്ക് കിട്ടില്ല എന്നൊന്നും വിചാരിക്കേണ്ട, എല്ലായിടത്തും കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറും ഇഷ്ടപ്പെട്ട പ്രിൻ്റൊക്കെ ഏതാണോ വേണ്ടത് അതിൽ ചെയ്ത് തരുന്നതാണ്. കോട്ടനും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വൈറ്റ് കോട്ടണിലും ചെയ്യുന്നുണ്ട്. അത് നല്ല സുഖമാണ് കേട്ടോ, ചൂട് കാലത്തൊക്കെ വൈറ്റ് കോട്ടൺ ആയാൽ. അല്ലാതെ മറ്റേത് സാധാരണ നമ്മൾ ക്രേപ്പ് ചെയ്യുന്നത് അത് മഴക്കാലത്താണ് പറ്റും. ഇതൊക്കെ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൻ്റെ കവറും അടിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, അടിപൊളി കവറാണ്. കവറടിച്ചിട്ട് കവറിന് കയറിട്ട് കൊടുക്കണം.
കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂട്ടുകാർക്ക് ഏതെങ്കിലും റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. എന്നാൽ ഞാൻ പിന്നെ അത് ചെയ്യുന്നതായിരിക്കും, വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത് ഞാൻ ഇതിന് കയറിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നിസ്കാര കുപ്പായം എങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ കവറിലാണ് ഡെലിവറി കൊടുക്കാറ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് അടിപൊളി കവറാണ് കേട്ടോ, പെട്ടെന്ന് പൊട്ടിപ്പോകുന്നില്ല. നല്ല ക്വാളിറ്റി ഉള്ളൊരു കവറാണിത്. അപ്പോൾ എനിക്ക് ഒരു നിസ്കാര കുപ്പായം ഡെലിവറി കൊടുക്കാനുണ്ടായിരുന്നു. അതൊന്ന് പാക്ക് ചെയ്യുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനു മുമ്പ് നിസ്കാര കുപ്പായം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് മക്കനെയും കുപ്പായമുള്ള നമ്മുടെ സാധാരണ നിസ്കാര കുപ്പായമാണ്. ഇത് കോട്ടനാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ കണ്ടു നോക്ക്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് പാക്ക് ചെയ്ത് ഞാൻ ഡെലിവറി അയക്കുന്നതൊന്ന് കാണിച്ചു തരാം.